ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന മുട്ടപ്പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ മുട്ടപ്പത്തിരിക്ക് ഓട്ടട എന്നും പറയാറുണ്ട്. ഇത് പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് ഉണ്ടാക്കാറ്. സാധാരണ ഇത് അരി അരച്ചിട്ട് ഉണ്ടാക്കാറുണ്ട്, അതുപോലെ തന്നെ അരിപ്പൊടി ഉപയോഗിച്ചിട്ടും ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് മൺചട്ടിയിലാണ്. അപ്പം നമ്മളിന്ന് ഇവിടെ കാണിക്കുന്നത് പെട്ടെന്ന് തന്നെ നോൺ സ്റ്റിക്ക് പാനിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മുട്ടപ്പത്തിരിയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഈ മുട്ടപ്പത്തിരി ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്കൊരു ബൗളിലേക്ക് ഒരു 1/4 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അരിപ്പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ ആയിട്ട് വാങ്ങിക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, അതാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കതിലേക്ക് ഏകദേശം 1 കപ്പോളം നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഈ അരിപ്പൊടി നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. എന്നിട്ടൊരു 5 മിനിറ്റ് നേരം നമുക്കതൊന്ന് അടച്ചു വെക്കാം. ഇനി നമുക്ക് മുട്ടപ്പത്തിരിക്ക് ആവശ്യമായിട്ടുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ജാറിലിട്ടിട്ട് നമ്മൾ അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫൈനായിട്ടുള്ള കട്ടയൊന്നും ഇല്ലാത്ത നല്ലൊരു ബാറ്റർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അരിപ്പൊടി ഒന്ന് ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഒരു 1/4 കപ്പോളം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. മുട്ടപ്പത്തിരി നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് നോൺ സ്റ്റിക്ക് പാനിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ മൈദ ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അപ്പോൾ ആ മൈദ ഒഴിവാക്കാനായിട്ടാണ് ഇപ്പോൾ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം എന്ന് പറയുമ്പോൾ ചൂടുവെള്ളമൊന്നും അല്ല, നോർമൽ വാട്ടർ തന്നെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ വെള്ളത്തിന് പകരമായിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ അരിപ്പൊടിയും ഗോതമ്പും നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് അടിച്ചെടുത്തിട്ടുള്ളത്. ഇനി അടുത്തായിട്ട് നമുക്കിതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ടപ്പത്തിരിയുടെ ബാറ്റർ എന്ന് പറഞ്ഞാൽ ഒരുപാട് തിക്കാവാനും പാടില്ല, എന്നാൽ അധികം തിന്നാവാനും പാടില്ല, അങ്ങനെ ഒരു ബാറ്ററാണ് വേണ്ടത്. അപ്പോൾ മുട്ടയും കൂടി ചേർത്ത് കൊടുത്തിട്ട് അടിച്ചെടുക്കുമ്പോഴാണ് ഇതിൽ എത്രത്തോളം വെള്ളം ചേർക്കേണ്ടി വരും എന്നുള്ളത് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ ഇനി മുട്ട ചേർത്തിട്ട് ഇത് അടിച്ചെടുത്തതിന് ശേഷം ഇതിൽ വെള്ളം പോരാ തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റാക്കി എടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയതിനു ശേഷം ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയോട് കൂടിയിട്ടാണ് നമ്മളിത് അടിച്ചെടുത്തിട്ടുള്ളത്. ഇത് അടിച്ചെടുക്കാനായിട്ട് ഇപ്പോൾ മൊത്തത്തിൽ 1.5 കപ്പ് വെള്ളമാണ് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല, നല്ലൊരു ടെക്സ്ചർ കിട്ടാനായിട്ട് ചേർക്കുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നതിന് മുൻപ് കുറച്ച് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബാറ്റർ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. അങ്ങനെ ആകുമ്പോൾ ബേക്കിംഗ് സോഡ ചേർക്കാതെ തന്നെ നല്ല ടെക്സ്ചറോട് കൂടിയിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വയ്ക്കാം. ഇനി പാൻ നന്നായിട്ട് ചൂടാക്കണം. ചൂടാക്കിയിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചു കൊടുക്കുന്നതിന് മുൻപ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കാം. ഇതിന് നമ്മൾ ദോശ പരത്തുന്ന മാതിരി പരത്തേണ്ട ആവശ്യമൊന്നുമില്ല, തന്നെ മാവ് പരന്നു വന്നോളും. മാവ് ഒഴിച്ചു കഴിഞ്ഞ് അതിൻ്റെ മേലെ ഇതുപോലെ ചെറിയ ഹോൾസ് വരാനായിട്ട് തുടങ്ങും. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മാത്രമാണ് ഇങ്ങനെ ഹോൾസ് വരുള്ളൂ. അപ്പോൾ കറക്റ്റായിട്ടുള്ള മുട്ടപ്പത്തിരിയുടെ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ മേലെ ഇതുപോലെ നന്നായിട്ട് ഹോൾസ് ഉണ്ടായിരിക്കണം. അപ്പോൾ അത് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ തന്നെ നമുക്കങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് ഇതിൻ്റെ മേലെ മുഴുവനായിട്ട് ഹോൾസ് വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കുക. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. കുറച്ച് നേരം എന്ന് പറയുമ്പോൾ ഏകദേശം 1 മിനിറ്റിൻ്റെ ഉള്ളിൽ വരുന്ന സമയം വേവിച്ചെടുത്താൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ മുട്ട ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അടിഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ മുട്ടപ്പത്തിരിയും ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഇനി വീണ്ടും ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മേലെ ഹോൾസ് മുഴുവനായിട്ട് വന്നതിന് ശേഷം അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഈ ഒരു ബാറ്റർ വെച്ചിട്ട് ഈ ഒരു സൈസിൽ നമുക്കൊരു 6 മുതൽ 7 മുട്ടപ്പത്തിരി വരെയാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. ഇത് നമ്മൾ മൈദ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന മുട്ടപ്പത്തിരി മാതിരി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഉണ്ടാവുക. പിന്നെ അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും ഒരേ അളവിൽ എടുത്തിട്ടുള്ളത് കാരണം ഗോതമ്പ് പൊടിയുടെ ടേസ്റ്റ് അങ്ങനെ മുന്നിട്ട് നിൽക്കൊന്നുമില്ല, നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഇതിനുണ്ടാവുക. ഇതിന് നമുക്ക് തേങ്ങാപ്പാലിൻ്റെ കൂടെ അതുപോലെ നോൺ വെജ് കറീസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ മുട്ടപ്പത്തിരി ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കുന്ന സമയത്ത് അഭിപ്രായം അറിയിക്കൂ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്